ഒടുവിൽ പറഞ്ഞ ചില ഭാഗത്ത് നിന്ന് വേണം ഈ താങ്കളോടുള്ള എൻ്റെ ചോദ്യം. അതായത് ഇപ്പോൾ കാണുന്ന ഒരു സിനാരിയോ, ഈ വിശ്വസിക്കാൻ കൊള്ളാത്ത തെലുഗുദേശം പാർട്ടിയും വിശ്വസിക്കാൻ കൊള്ളാത്ത JDU ആണ് ഈ സർക്കാരിനെ താങ്ങി നിർത്തുന്നതെന്നാണ്. ശ്രീ ശിവശങ്കർ ഇവിടെ പറഞ്ഞു ഒരു കോമൺ മിനിമം പ്രോഗ്രാം എന്നല്ല ആയിരിക്കില്ല വിളിപ്പേരെങ്കിലും ആ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെ ഒരു സംവിധാനത്തിലൂടെ ഈ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും ശ്രമിക്കുക എന്ന് അദ്ദേഹം മറ്റൊരു സാധ്യത മുന്നോട്ട് വെച്ചു. അതായത് ഇപ്പോൾ ഇന്ത്യ കൂട്ടായ്മയുടെ ഭാഗമായി നിൽക്കുന്ന DMK പോലെയുള്ള കക്ഷികൾക്ക് ഇങ്ങോട്ട് വരണം എന്ന് തോന്നിയാൽ അതുമാകാമല്ലോ എന്ന്. ഈ ഭരണത്തിൽ ഈ 10 വർഷം ഇരുന്നപ്പോൾ സംസ്ഥാനങ്ങളിലെ ഭരണങ്ങളിലേക്ക് BJP കടന്നു കയറിയിട്ടുള്ള രീതികൾ നമുക്കറിയാം. ഏതൊക്കെ പാർട്ടികൾക്കകത്ത് വിള്ളലുണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയാം, ആരൊക്കെ മറുകണ്ഠം ചാടിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ അനുഭവങ്ങളൊക്കെ മുന്നിൽ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ശ്രീ ശിവശങ്കർ ഇവിടെ പറഞ്ഞതുപോലെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ആളുകൾ എത്താമല്ലോ എന്ന സാധ്യതയെ തള്ളിക്കളയാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ 2 പേരുടെ പിന്തുണയിലുള്ള മോദി സർക്കാരിൻ്റെ ആയുസ്സിനെ കുറിച്ച് നമ്മൾ ആശങ്കപ്പെടുന്നതിൽ അർത്ഥമുണ്ടോ? ഗോപികൃഷ്ണൻ, അതിനു മുമ്പ് ചില കാര്യങ്ങൾ പറയട്ടെ. ഒന്ന്, രാജ്യം നരേന്ദ്രമോദിയെ ഒരു ക്ലാസ് റൂമിൽ കൊണ്ട് ഇരുത്തിയിരിക്കുകയാണ്. അത് ജനാധിപത്യം പഠിപ്പിക്കുന്ന ക്ലാസ് റൂമാണ്. ആ ജനാധിപത്യം പഠിപ്പിക്കുന്ന ക്ലാസ് റൂമിലേക്ക് 2024 നരേന്ദ്രമോദിയെ കൊണ്ട് ഇരുത്തിയിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് നരേന്ദ്രമോദി എപ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള വിലപേശലുകൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളൊരു സംവാദത്തിന് പോലും അല്ലെങ്കിൽ ഒരു സംഭാഷണത്തിന് പോലും തയ്യാറായിട്ടുള്ള നരേന്ദ്രമോദിയെ കണ്ടിട്ടുണ്ടോ? 2002 ഗുജറാത്ത് മന്ത്രിസഭ മുതൽ BJP സർക്കാർ എന്ന് പോലും അല്ല അറിഞ്ഞിരുന്നത്, അത് മോദി സർക്കാർ എന്ന് മാത്രമാണ് അറിഞ്ഞത്. 2014 2019 തെരഞ്ഞെടുപ്പിലും ഇന്ത്യ മുന്നണി ഉണ്ടായിരുന്നെങ്കിലും ആ ഇന്ത്യ മുന്നണിയുടെ സർക്കാർ ആയിരുന്നില്ല അത്, മറിച്ച് മോദി സർക്കാർ എന്നാണ് അറിഞ്ഞിരുന്നത്. ഇപ്പോഴും പറയുന്നത് മോദി 3 എന്നാണ്. പക്ഷെ ആ മോദി സർക്കാരിൽ നിന്ന് മാറിയിട്ട് ഇന്ത്യ സർക്കാരായിട്ട് മാറേണ്ട അവസ്ഥയിലേക്ക് നരേന്ദ്രമോദി എത്തിയിരിക്കുന്നു. ശ്രീ ശിവശങ്കർ ഇവിടെ സൂചിപ്പിക്കുകയായിരുന്നു, ഞങ്ങൾക്ക് നരേന്ദ്രമോദി അറിയില്ലായിരുന്നു. അദ്ദേഹം ഗുജറാത്തിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് അവിടുത്തെ അദ്ദേഹത്തിന്റെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി മാത്രം ഇരിക്കുന്ന ആൾക്ക് ഇന്ത്യയെ എങ്ങനെ നയിക്കാൻ പറ്റും എന്നുള്ള ചോദ്യങ്ങൾ നമ്മളൊക്കെ ഉയർത്തിയിരുന്നതാണ്. ആ ചോദ്യത്തിന്റെ മറുപടിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൊടുത്തത്. ആ ചോദ്യം, ഇന്ത്യയെ നയിക്കാൻ നരേന്ദ്രമോദിക്ക് പ്രാപ്തിയില്ല, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ തകർന്ന് തരിപ്പണമായ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയും അന്ന് ചിദംബരം പറഞ്ഞ പോലെ ഒരു സ്റ്റാമ്പിന്റെ പിന്നിൽ പോലും എഴുതാൻ അറിയാത്ത സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് ജ്ഞാനമില്ലാത്ത നരേന്ദ്രമോദി ഉണ്ടാക്കി വെച്ച പ്രശ്നമാണ് ഇന്ന് ഈ രാജ്യത്ത് നിലനിൽക്കുന്നത്. അത് കൃത്യമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച സാമ്പത്തിക നീതിയുടെയും സാമൂഹിക നീതിയുടെയും അടിസ്ഥാനത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്തത്. അത് എത്രമാത്രം ജനങ്ങളിലേക്ക് എത്താൻ സാധിച്ചു, എവിടെയൊക്കെ അതിന് പോരായ്മകളുണ്ട് എന്നൊക്കെ നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ ഉത്തർപ്രദേശിൽ BSP കാരണം 15 സീറ്റ് കൂടി BJP ജയിച്ചു എന്ന് പറഞ്ഞു. അതില്ലായിരുന്നെങ്കിൽ എവിടെ എത്തുമായിരുന്നു നമുക്കറിയാം. അപ്പോൾ ആ തർക്കങ്ങൾ അവിടെ നിൽക്കട്ടെ. പക്ഷേ അപ്രമാദിത്വമുള്ള ഒരു മോദി അല്ലെങ്കിൽ ഏകാധിപതിയായ മോദിയെ ജനാധിപത്യത്തിന്റെ സ്കൂളിലേക്ക് അയച്ചിരിക്കുകയാണ്. ആ ജനാധിപത്യത്തിന്റെ രീതികൾ നരേന്ദ്രമോദിക്ക് പഠിക്കേണ്ടി വരും. ആ നരേന്ദ്രമോദിയെ പഠിപ്പിക്കുന്ന 2 സാറുമാരാണ് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡു. ഇവർ 2 പേരും ഈ മുന്നണി രാഷ്ട്രീയത്തിൽ പയറ്റി തെളിഞ്ഞവരാണ്. അവർ പ്രാദേശിക പാർട്ടികളാണ്. ആ പ്രാദേശിക പാർട്ടികൾ എന്ന നിലയ്ക്ക് JDU ദേശീയ പാർട്ടി എന്നൊക്കെ അവരെ വിളിക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്കറിയാലോ അവരുടെ താല്പര്യം ബീഹാറിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നു. അപ്പോൾ അങ്ങനത്തെ പ്രാദേശിക പാർട്ടികൾ ആ പ്രാദേശിക താല്പര്യങ്ങൾ മുൻനിർത്തി വിലപേശൽ നടത്തുമ്പോൾ ഈ ഭരണ സംവിധാനം മുന്നോട്ട് പോകണമെങ്കിൽ നരേന്ദ്രമോദിക്ക് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. പണ്ടുണ്ടായിരുന്ന പോലെ കേന്ദ്ര ക്യാബിനറ്റിനെ മുഴുവൻ പൂട്ടിയിട്ടിട്ട് നാടിനോട് വന്നിട്ട് 8 മണിക്കൂർ ഭ്രാന്തൻ പ്രഖ്യാപനം നടത്തി നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ഞാൻ ഈ രാജ്യത്തെ മുഴുവൻ കറൻസിയും പിൻവലിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഭ്രാന്തൻ തീരുമാനം നടപ്പാക്കാൻ നരേന്ദ്രമോദിക്ക് ഇനി പോലും പറ്റില്ല. പാർലമെന്റ് നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കയറി വന്നിട്ട് അമിത്ഷാ പോക്കറ്റിൽ നിന്നൊരു പേപ്പർ എടുത്തിട്ട് ആർട്ടിക്കിൾ 370 ഇല്ലാതെയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഇനി നടക്കില്ല. ഇനി ഏത് കാര്യം പറയുന്നതിന് മുമ്പ് ചന്ദ്രബാബു നായിഡുവിന്റെയും നിതീഷ് കുമാറിന്റെയും അംഗീകാരം മേടിക്കേണ്ട ജനാധിപത്യ സ്കൂളിൽ നരേന്ദ്രമോദി ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. പിന്നെ ഇവിടെ നോക്കൂ, DMK ഉൾപ്പെടെയുള്ളവർ ഇതൊക്കെ പറയാന്നേ. ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, എപ്പോഴാണ് ഇത്തരത്തിലുള്ള ചെറു പാർട്ടികൾക്ക് ഈ സർക്കാരിനോട് അല്ലെങ്കിൽ നരേന്ദ്രമോദിയോട് അല്ലെങ്കിൽ BJPയോട് ആകർഷണം തോന്നുക? അവർക്ക് നരേന്ദ്രമോദി അല്ലെങ്കിൽ BJP ഒരു ബെറ്റർ പൊസിഷനിൽ നിൽക്കുന്നു എന്നുള്ള തോന്നല, ഒരു എന്താ പറയുക, തകർക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ശക്തിയായിട്ട് നിൽക്കുന്നു എന്ന് തോന്നുമ്പോഴാണ്.
അങ്ങനെ നിന്ന സമയത്ത് പണം ഉപയോഗിച്ച് ജനാധിപത്യപരമല്ലാത്ത മാർഗം ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസിൽ നിന്നും മറ്റ് പാർട്ടികളിൽ നിന്നും MP-മാരെ എടുത്തിട്ടുണ്ട്, കക്ഷികളെ വിലക്കെടുത്തിട്ടുണ്ട്, പല ഘട്ടങ്ങൾ അവർ തരണം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ സിനാരിയോ എന്താ? നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഏറ്റവും അൺപോപ്പുലറായ ഒരു നേതാവായി മാറി. ഏറ്റവും അൺപോപ്പുലറായ ഒരു നേതാവായി മാറിയെന്ന് എങ്ങനെയാ? ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ സ്വന്തം മണ്ഡലത്തിൽ കടന്നുകൂടാൻ പെട്ട പാട് നമുക്കറിയാം. അപ്പൊ അങ്ങനെ കട്ടപ്പെട്ട് കടന്നുകൂടിയ നരേന്ദ്രമോദി ഇനി മുന്നോട്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇനി നരേന്ദ്രമോദിക്ക് ഒരു സ്ഥാനമില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. ഇനി BJP-ക്കാണ് സ്ഥാനം, ഇനി BJP-ക്കും ഇന്ത്യ മുന്നണിക്കുമാണ് സ്ഥാനം. അപ്പൊ ആ ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പില്ലായ്മയിലേക്ക് ചെന്ന് ചാടാൻ ഒരു പാർട്ടിയും ഇനി തയ്യാറാകാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഈ പറയുന്ന സംഭാഷണങ്ങളും സംവാദങ്ങളും ഒരുമിച്ച് ചേരലും എല്ലാം നരേന്ദ്രമോദിയുടെ DNA-യിൽ ഇല്ലാത്ത കാര്യങ്ങൾ. ആ രീതിയിലേക്ക് മുന്നോട്ട് പോയാൽ ഒരു സംശയവും വേണ്ട, ഈ സമീപകാലത്തിൽ 2 വർഷം പരമാവധി അതിനു മുമ്പായിട്ട് നരേന്ദ്രമോദി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രതിഭാസം ഇന്ത്യയിൽ അസ്തമിക്കാൻ പോവുകയാണ്, കുഴിച്ചു മൂടാൻ പോവുകയാണ്. നരേന്ദ്രമോദിയെയും BJP-യുടെയും ഇന്ത്യ മുന്നണിയെയും ഈ രാജ്യത്തിന്റെ മണ്ണിൽ വർഗീയതയെ കുഴിച്ചു മൂടുന്നതിന്റെ കുഴിവെട്ടിയ തെരഞ്ഞെടുപ്പാണ് 2024. ഇനി അതിനകത്തേക്ക് തള്ളിയിട്ട് മൂടേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അത് ചെയ്യും, ജനം അത് ചെയ്യും. അത് കൃത്യമായിട്ട് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇനി ആരെങ്കിലും ഏതെങ്കിലും, ഞാൻ ഒറ്റ 10 സെക്കൻഡ്, ഏതെങ്കിലും ഒരു പാർട്ടിയിൽപ്പെട്ട ഒരു MP ഇനി നരേന്ദ്രമോദിക്ക് വേണ്ടി BJP-ക്ക് വേണ്ടി രാജിവെച്ച് പോയി പിന്തുണ കൊടുക്കാൻ നിൽക്കുവോ? അങ്ങോട്ടേക്ക് പോയി ചേരാൻ നിൽക്കുവോ? ഉത്തർപ്രദേശിൽ നിന്നൊക്കെ ഇനി ജയിക്കില്ലെന്നേ. ഉത്തർപ്രദേശിൽ നിന്നാ ജയിക്കില്ല. രാജസ്ഥാനിൽ നിന്ന് ഇനി ജയിക്കാൻ പോകുന്നില്ല. തകർന്നു പോയ ഒരു പാർട്ടിയുടെ ഇനി ഒരു കാരണവശാലും മറ്റൊരിടത്തും കൊണ്ടും ജയിപ്പിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ജയിക്കാൻ കഴിയില്ല എന്നുള്ള അവർക്കറിയാം. അതുകൊണ്ട് അവരാരും ആ റിസ്ക് എടുക്കാനും തയ്യാറാവില്ല. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന ഇന്ത്യ മുന്നണിയുടെ ഇപ്പോഴത്തെ പുതിയ ചില അവകാശവാദങ്ങൾ അല്ലെങ്കിൽ ചില പ്രതീക്ഷകൾ അതൊക്കെ അസ്തമിക്കാൻ പോകുന്നേ ഉള്ളൂ. ശരി.